എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ എപ്പോഴാണ് സമർപ്പിക്കുക, എങ്ങനെയാണ് സമർപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ഉടൻ തന്നെ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കുക, ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേനയോ അതല്ല കാൻഡിഡേറ്റ് ലോഗിൻ MRS മുഖേനയോ അതല്ല കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് മുഖേനയോ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷിക്കാനായിട്ട് ഫസ്റ്റ് ട്രാൻസ്ഫറിന് പറ്റുന്നതല്ല. കാരണം സാധാരണഗതിയിൽ അങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിബന്ധന ഉണ്ടാവാറുള്ളത്. അതായത് മുഖ്യഘട്ടത്തിലെ ആദ്യ ഓപ്ഷൻ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റാറില്ല. സാധാരണ സെക്കൻഡ് ട്രാൻസ്ഫറിലാണ് വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ ഉടൻ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണോ അല്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണോ മാറേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ വേറൊരു കോഴ്സിലേക്കാണോ അപേക്ഷിക്കേണ്ടത് എന്നിങ്ങനെ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മാത്രമേ നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുക്കാവൂ. സാധാരണ +1 അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിൽ ട്രാൻസ്ഫറിന് കൊടുക്കാൻ പാടില്ല. കാരണം അഥവാ ട്രാൻസ്ഫർ ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ വെച്ചിട്ട് അതിലേക്കാണ് കിട്ടുന്നതെങ്കിൽ പിന്നീട് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ ട്രാൻസ്ഫറിന് വെക്കുന്ന ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ സ്കൂളുകളിലേക്കും തന്നെയല്ലേ വെച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, മുമ്പൊക്കെ പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കും, എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ കിട്ടിയെന്നൊക്കെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ ഇഷ്ടമുള്ള സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ ഇഷ്ടമുള്ള സ്കൂളിലേക്ക് വെക്കുകയാണെങ്കിൽ തന്നെ ഇഷ്ടമുള്ള കോഴ്സുകളിലേക്ക് കൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ താല്പര്യമില്ലാത്ത കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾ ഓപ്ഷൻ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു, ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ട സ്കൂളിൽ അല്ല ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കാണ്. എന്നാൽ ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് മറ്റൊരു കോഴ്സിന് വെച്ചിട്ട് പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറിന് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടുമോ? അതായത് ജസ്റ്റ് പറഞ്ഞു തരാം. ഇപ്പോൾ എന്നൊരു സ്കൂളിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സാണ് കിട്ടിയത്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം BN സ്കൂളിലേക്കാണ്. അപ്പോൾ BN സ്കൂളിലേക്ക് കൊമേഴ്സ് എടുക്കാനാണ് താല്പര്യം. എന്നാൽ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ചത് BN സ്കൂളിൽ എനിക്ക് ഹ്യൂമാനിറ്റീസിന് കൊടുത്ത് അവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയ ശേഷം പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറിൽ ഈ ഒരു BN സ്കൂളിലെ ഹ്യൂമാനിറ്റീസിൽ നിന്നും BN സ്കൂളിലെ തന്നെ ആ ഒരു കൊമേഴ്സിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷൻ വെക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡ് ട്രാൻസ്ഫറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതനുസരിച്ച് മാത്രമേ വെക്കാവൂ. അതായത് അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഒരു AN സ്കൂളിൽ കൊമേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് BN സ്കൂളിൽ കൊമേഴ്സ് പഠിക്കാനാണ് താല്പര്യമുള്ളതെങ്കിൽ BN സ്കൂളിൽ കൊമേഴ്സിലേക്കാണ് ട്രാൻസ്ഫർ വെക്കേണ്ടത്, അല്ലാതെ BN സ്കൂളിലെ ഹ്യൂമാനിറ്റീസിലേക്കല്ല. കാരണം അഥവാ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് തന്നെ പിന്നീട് ഒരു ബുദ്ധിമുട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാനോ പുതിയ ഓപ്ഷൻ കൂട്ടിച്ചേർക്കാനോ ഒന്നും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫറിന് നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ താല്പര്യമുള്ള സ്കൂളിലേക്കും കോഴ്സുകളിലേക്കും മാത്രം നിങ്ങൾ ഓപ്ഷൻ നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനുള്ള കാരണം, പല വിദ്യാർത്ഥികളും ചിലപ്പോൾ വെറുതെ അങ്ങ് ഓപ്ഷൻ വെക്കും. എന്നാൽ ട്രാൻസ്ഫർ കിട്ടിക്കഴിയുന്ന സമയത്തായിരിക്കും എനിക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിലാണ് ഇഷ്ടമില്ലാത്ത കോഴ്സിലാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് യാതൊരു കാരണവശാലും ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ നൽകാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷനുകൾ വെക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, എന്നാൽ ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഇഷ്ടപ്പെട്ട സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക്, അതായത് കോഴ്സ് ട്രാൻസ്ഫർ, അതായത് മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സ് മാറാതെ ആ ഒരു സ്കൂൾ മാത്രമായിട്ട് മാറാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറാം, എന്നാൽ കോഴ്സ് മാറാതെ തന്നെ സ്കൂൾ മാറാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചില വിദ്യാർത്ഥികൾക്ക് സ്കൂളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കോഴ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളും മാറാം, അതോടൊപ്പം തന്നെ കോഴ്സ്
കോഴ്സും കൂടി മാറാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഓപ്ഷൻ വെക്കുന്ന രീതിയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ട്രാൻസ്ഫർ വേണ്ടത് അതനുസരിച്ച് ഓപ്ഷൻ വെക്കുന്ന രീതിയാണിത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റ ട്രാൻസ്ഫറിൽ തന്നെ ഈ ഒരു രീതിയിൽ ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ മാറേണ്ടത് അതനുസരിച്ച് മാത്രമേ നിങ്ങൾ ഓപ്ഷൻ വെക്കാവൂ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ എ എന്ന സ്കൂളിൽ കൊമേഴ്സ് ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ബി എന്ന സ്കൂളിൽ കൊമേഴ്സ് പഠിക്കാനാണ് താല്പര്യമുള്ളതെങ്കിൽ ബി എന്ന സ്കൂളിൽ ഞാൻ കൊമേഴ്സ് വെക്കുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥിക്ക് ഇപ്പോൾ എ എന്ന സ്കൂളിൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ എ എന്ന സ്കൂളിൽ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സിലേക്ക് മാറാനായിട്ട് ആഗ്രഹമുണ്ടാകും. അതുപോലെ തന്നെ എ എന്ന സ്കൂളിൽ തന്നെ ബയോളജി സയൻസിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടാകും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ തന്നെ പല കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ വേറെ പല സ്കൂളിലേക്കും നിങ്ങൾക്ക് വേറെ പല കോഴ്സിലേക്ക്, അതായത് സെയിം സ്കൂളിൽ തന്നെ വിവിധ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏത് ഓപ്ഷനുകളിലേക്കും എത്ര ഓപ്ഷനുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ആദ്യം കിട്ടിയിട്ടുള്ളത് കൊമേഴ്സ് ആണ്. അത് എന്ന സ്കൂളിൽ കൊമേഴ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബി എന്ന സ്കൂളിൽ എനിക്ക് ഈ ഒരു ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കിവിടെ ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കാം. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടുത്തെ സീറ്റ് എൻ്റെ ക്യാൻസൽ ആയി പോകും. അതിനുശേഷം പിന്നീട് ഇവിടെ ഞാൻ അഡ്മിഷൻ, അതായത് ബി എന്ന സ്കൂൾ ബയോളജി സയൻസിലേക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സെയിം സ്കൂളിൽ തന്നെ ഞാനിപ്പോൾ ആദ്യം കൊമേഴ്സ് ആണ് കിട്ടിയത്. പിന്നീട് എനിക്ക് ബി എന്നല്ല എന്ന ആ ഒരു സെയിം സ്കൂളിൽ തന്നെ എനിക്ക് ബയോളജി സയൻസിലേക്കാണ് മാറ്റം കിട്ടുന്നതെങ്കിൽ, അതായത് ആ ഒരു രീതിയിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാറേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ കിട്ടുന്നത് ചിലപ്പോൾ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലായിക്കോട്ടെ, എങ്ങനെയായിരുന്നാലും ട്രാൻസ്ഫർ കിട്ടിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഇവിടേക്കായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ട്രാൻസ്ഫർ നിങ്ങൾക്ക് അപേക്ഷിച്ചു എന്നാൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സീറ്റിൽ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുന്നതല്ല. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ വേക്കൻസി മനസ്സിലാക്കാൻ നോക്കാം. വേക്കൻസി ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു വേക്കൻസി ലിസ്റ്റ് എന്നുള്ള ലിങ്ക് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ എത്ര വേക്കൻസി ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എ എന്നൊരു സ്കൂളിൽ നിന്നും ഒരു വിദ്യാർത്ഥി, എ എന്ന സ്കൂളിൽ ഇപ്പോൾ ഒരു ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എ എന്ന സ്കൂളിലെ ബയോളജി സയൻസിൽ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിദ്യാർത്ഥി ബി എന്ന സ്കൂളിലെ ബയോളജി സയൻസിലേക്ക് ട്രാൻസ്ഫർ നയിച്ചു. ആ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എ എന്ന സ്കൂളിൽ ബയോളജി സയൻസ് എനിക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എ എന്ന സ്കൂളിൽ എനിക്ക് കിട്ടിയത് കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ എ എന്ന സ്കൂളിൽ തന്നെ എനിക്ക് ബയോളജി സയൻസിലേക്ക് മാറണം എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടേക്ക് ആ ഒരു സീറ്റ് എനിക്ക് അവിടെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ എൻ്റെ WGPA നോക്കുന്ന സമയത്ത് എനിക്കാണ് അവിടെ പ്രയോറിറ്റി കൂടുതൽ എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതായത് ആ ഒരു പെട്ടെന്ന് തന്നെ എനിക്ക് അവിടേക്ക് ആ ഒരു ട്രാൻസ്ഫർ അനുവദിക്കുകയും അതുവഴി എനിക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് ആ ഒരു വിദ്യാർത്ഥി പോകുന്ന സാഹചര്യത്തിൽ ഇവിടെ ആ ഒരു ഇപ്പോൾ 0 വേക്കൻസിയാണ് ഉള്ളതെങ്കിൽ അവിടെ ഒരു വേക്കൻസി അവിടെ വരും. അപ്പോൾ അങ്ങനെ അവിടെ വന്നിട്ടുള്ള ഒരു വേക്കൻസിയിലേക്ക് എനിക്ക് അതിലേക്ക് അലോട്ട്മെൻറ്റ് നൽകുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക്, ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക്, അല്ലെങ്കിൽ സെയിം സ്കൂളിൽ തന്നെ വേറെ വിവിധ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ നമ്പറും ഏത് പാസ്വേഡും ഏത് ജില്ലയും കൊടുക്കണം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഏത് സീറ്റിലാണ്, അത് നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേനയായിരിക്കും, അതല്ല ചില വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ട മുഖേനയായിരിക്കും, ചില വിദ്യാർത്ഥികൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ മുഖേനയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതനുസരിച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്തുകൊണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. കാരണം ഇത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ലോഗിനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്തു വേണം ലോഗിൻ ചെയ്യാനായിട്ട്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് അവിടെ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP നൽകുന്നതിനായിട്ട് സെൻഡ് OTP ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് കൃത്യമായിട്ട് നൽകുക. അപ്പോൾ ഈ ഒരു OTP ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ തന്നെയാണോ എഡിറ്റ് ചെയ്യുന്നതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് OTP ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു OTP നൽകിയ ശേഷം പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള, അതായത് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. ചില സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള പേജാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ആദ്യം തന്നെ ഓപ്ഷൻ്റെ സ്ഥാനം എത്രാമതായിട്ടാണെന്ന് ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് എന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഏത് സ്കൂളിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിൻ്റെ കോഡ്
കൊടുക്കുക. അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ഇതുപോലെ ലിസ്റ്റഡ് ആയിട്ട് ആ ഒരു ഓപ്ഷൻ നമ്പർ, അതുപോലെ തന്നെ സ്കൂൾ, അതുപോലെ തന്നെ കോഴ്സ് എന്നിവ ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ, അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതും നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി മുകളിലെ ആ ഒരു പേജിൽ വരുന്നു, അതായത് ആ ഒരു ഓപ്ഷൻ നൽകാനുള്ള ഭാഗത്ത് വരുന്നതും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ എഡിറ്റാണ് ചെയ്യേണ്ടത് അതനുസരിച്ച് എഡിറ്റ് ചെയ്ത് ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതുമാണ്. ഇനി നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷന് നേരെയുള്ള ഡിലീറ്റ് ബട്ടൺ, അതായത് ഒരു വേസ്റ്റ് ബിൻ ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിനുശേഷം അതിന് താഴെയായിട്ട് തന്നെ ഒരു സേവ് ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ഒക്കെ സേവ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പുതുതായിട്ട് വീണ്ടും ഓപ്ഷനുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും നൽകി, അതായത് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന നിലവിലെ സ്കൂളിൽ തന്നെ വിവിധ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും കൊടുത്തു. ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ നൽകി ഇനി യാതൊരുവിധ ഓപ്ഷൻസും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിക്ലറേഷൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ചെക്ക് ബോക്സ് ആണ്, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ശരി എന്ന് പറഞ്ഞുള്ള അതായത് ടിക്ക് മാർക്ക് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. കാരണം ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല. അപ്പോൾ ഇതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ നൽകാനായിട്ടുള്ളത്. അതിനുശേഷം ട്രാൻസ്ഫർ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് പ്രൊഫൈൽ പരിശോധിക്കാവുന്നതും ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ പറ്റും. ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും നിങ്ങൾക്ക് എവിടേക്കാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതും ആണ്. ചില വിദ്യാർത്ഥികൾക്ക് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതിയാകും. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ ഈ ഒരു സ്കൂളിലെ സീറ്റ് പോകുന്നതുകൊണ്ട് തന്നെ പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിങ്ങൾക്ക് ആ ഒരു നിലവിലെ സ്കൂളിൽ നിന്നും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പുതിയ സ്കൂളിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിലവിൽ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സീറ്റിൽ തന്നെ തുടർന്ന് പഠിക്കാവുന്നതും പിന്നീട് ആവശ്യമെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതുമാണ്. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയ വിദ്യാർത്ഥികൾക്കും നിലവിൽ പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടെ അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് ട്രാൻസ്ഫറിന് വേണമെങ്കിൽ വീണ്ടും സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.